ആകാശവാണി സുഗമ്യ ഭാരത് അഭിയാൻ ഭിന്നശേഷി സൗഹൃദ യജ്ഞത്തിന്റെ 9 വർഷങ്ങൾ. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ജന്മനാലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലോ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ശാരീരിക പരിമിതികളെ സഹാനുഭൂതിയോടെ മനസ്സിലാക്കി ആ അവസ്ഥയിൽ ജീവിക്കുന്നവരെ മുഖ്യധാരാ സമൂഹത്തിന്റെ ഭാഗമാക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോക ഭിന്നശേഷി ദിനം ആചരിക്കുകയാണ്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ ഭിന്നശേഷിയുള്ളവരുടെയും അവകാശമാണ്, ഔദാര്യമല്ല എന്നതാണ് ഈ ദിനാചരണത്തിന്റെ അന്തഃസത്ത. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഥവാ ഇൻക്ലൂസീവായ സമൂഹ സൃഷ്ടിക്കായുള്ള യാത്രയിൽ നമ്മുടെ ചുറ്റുപാട് ഭിന്നശേഷി സൗഹൃദമാക്കേണ്ടത്, അവർക്ക് ആവശ്യമായ പരിഗണനയും സൗകര്യവും നൽകേണ്ടത് ഭരണകൂടങ്ങളുടെയും ചുമതലയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തെ ഭിന്നശേഷി സൗഹൃദം ആക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 2015 ആവിഷ്കരിച്ച സുഗമ്യ ഭാരത് അഭിയാൻ അഥവാ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ പ്രാധാന്യമർഹിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ഈ പ്രത്യേക യജ്ഞം ആരംഭിച്ച് 9 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ നമ്മുടെ രാജ്യം ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് കാണാം. കേന്ദ്ര സർക്കാരിന്റെ ഏവർക്കുമൊപ്പം ഏവരുടെയും വികസനം, ഏവരുടെയും വിശ്വാസം എന്ന കാഴ്ചപ്പാടിനനുസൃതമായി ഭിന്നശേഷിക്കാർക്ക് സാർവത്രിക പ്രവേശനക്ഷമതാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താൻ നിയമനിർമ്മാണവും നടപ്പാക്കി കഴിഞ്ഞു. 2016 ഭിന്നശേഷി അവകാശ നിയമം നമ്മുടെ ഭിന്നശേഷി സമൂഹത്തിന് മതിയായ കരുതലും സംരക്ഷണവും ഉറപ്പാക്കുന്നു. പ്രവേശനക്ഷമത എന്നത് കേവലം ഒറ്റപ്പെട്ട അവകാശമല്ല, മറിച്ച് ഭിന്നശേഷിക്കാർക്ക് മറ്റെല്ലാ അവകാശങ്ങളും വിനിയോഗിക്കുന്നതിനുള്ള അടിസ്ഥാന വ്യവസ്ഥയാണ് എന്ന് ഈ നിയമം അനുശാസിക്കുന്നു. കാഴ്ച, കേൾവി പരിമിതർ, സംസാരശേഷി കുറവുള്ളവർ, ചലനശേഷി കുറവുള്ളവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, മാനസിക പ്രശ്നങ്ങളുള്ളവർ, മറ്റു വൈകല്യങ്ങൾ ഉള്ളവർ, ഒന്നിലധികം വൈകല്യമുള്ളവർ എന്നിവരെയാണ് ഭിന്നശേഷിക്കാരായി പൊതുവെ കണക്കാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം രാജ്യത്തെ 26.8 ദശലക്ഷത്തോളം പേർ ഭിന്നശേഷിയുള്ളവരാണ്. വികലാംഗർ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഇത്തരം സഹോദരങ്ങളെ ദിവ്യാംഗർ എന്ന് അഭിസംബോധന ചെയ്താണ് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഗമ്യ ഭാരത് അഭിയാന് തുടക്കം കുറിച്ചത്. പ്രവേശനക്ഷമതയുള്ള ഇന്ത്യ, കരുത്തുറ്റ ഇന്ത്യ എന്നതായിരുന്നു ഈ യജ്ഞത്തിന്റെ പ്രമേയം. പ്രധാനമായും ഗതാഗത സൗകര്യങ്ങൾ, കെട്ടിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, വാർത്താ വിവര വിനിമയ രംഗത്തെ സേവനങ്ങൾ എന്നിവ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കുകയാണ് ഈ പ്രചാരണ പരിപാടി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 15% വരുന്ന ഭിന്നശേഷി വ്യക്തികൾ നേരിടുന്ന അപ്രാപ്യതാ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് യജ്ഞം ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പൊതുജനങ്ങൾക്ക് ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും തുല്യമായ തോതിൽ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് 2016 ഭിന്നശേഷി അവകാശ നിയമം ഉറപ്പാക്കുന്നു. സുഗമ്യ ഭാരത് അഭിയാൻ 9 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിൽ സുപ്രീം കോടതി ഈ ദൗത്യത്തെ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഭിന്നശേഷിക്കാരുടെ 2016 അവകാശ നിയമത്തിലെ 40-ാം വകുപ്പ് പ്രകാരം നിർബന്ധിത നിയമങ്ങൾ രൂപീകരിക്കാൻ ഈ നവംബർ 8 സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം നൽകി. പൊതു ഇടങ്ങളും സേവനങ്ങളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നിർദ്ദേശം ഏവരെയും ഉൾച്ചേർക്കുന്നതിനുള്ള നമ്മുടെ രാജ്യത്തിന്റെ യാത്രയ്ക്ക് പുതിയ പ്രചോദനമേകുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളിൽ ചിലത് ഇവയാണ്: പൊതുസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ, ഗേറ്റുകൾ തുടങ്ങിയവ ആവശ്യമായ വിസ്തൃതിയുള്ളതും വീൽചെയർ എളുപ്പത്തിൽ കടന്നുപോകാൻ അനുവദിക്കുന്നതുമായിരിക്കണം. കോണിപ്പടികളിൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് ഗ്രേഡിയന്റ് വ്യത്യാസം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ മഞ്ഞ വര കൊണ്ട് അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. പ്രവേശന കവാടത്തിന് സമീപം കുറഞ്ഞത് 3 മുതൽ 5 വരെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിരിക്കണം. എലിവേറ്ററുകൾക്ക് വ്യക്തമായ ബ്രെയിൽ അടയാളങ്ങളും ഓഡിറ്ററി ഫീഡ്ബാക്കും ഉണ്ടായിരിക്കണം. വീൽചെയറുകളും മൊബിലിറ്റി സ്കൂട്ടറുകളും എല്ലാ പൊതുസ്ഥലങ്ങളിലും ഉണ്ടായിരിക്കണം. കൂടാതെ പൊതു ഇടങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അനുഭാവപൂർവ്വം പെരുമാറാൻ ജീവനക്കാർക്ക് സാധ്യമായ പരിശീലനങ്ങൾ നൽകാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുഗമ്യ ഭാരത് അഭിയാന്റെ ഇതുവരെയുള്ള പുരോഗതി സംക്ഷിപ്തമായി വിലയിരുത്തിയാൽ പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം ഭിന്നശേഷി ഉള്ളവർക്കും പ്രായമേറിയവർക്കും സർക്കാർ മേഖലയിലെ കെട്ടിടങ്ങളിലേക്കുള്ള പ്രവേശനക്ഷമത എളുപ്പമാക്കുക എന്നതാണെന്ന് കാണാം.
ഇതിന്റെ അടിസ്ഥാനത്തിൽ റാമ്പുകൾ, ലിഫ്റ്റുകൾ, ശുചിമുറി സൗകര്യങ്ങൾ, പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങി ഭിന്നശേഷി സൗഹൃദമാക്കിയ 1711 കെട്ടിടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 1100 കേന്ദ്ര ഗവൺമെന്റ് കെട്ടിടങ്ങളും 611 സംസ്ഥാന ഗവൺമെന്റ് കെട്ടിടങ്ങളുമാണ്. 2016 ഭിന്നശേഷി അവകാശ നിയമം അനുസരിച്ച് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഗവൺമെന്റ് ഓഫീസുകളുടെ കെട്ടിട നിർമ്മാണത്തിന് മാതൃകാ ചട്ടങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സുഗമ്യ ഭാരത് അഭിയാനിലൂടെ ഗതാഗത അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഗണ്യമായ പുരോഗതി രാജ്യം കൈവരിച്ചു കഴിഞ്ഞു. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ എന്നിവ ഭിന്നശേഷി സൗഹൃദം ആക്കുന്നു. അന്വേഷണങ്ങൾ, ടിക്കറ്റ് ബുക്കിംഗ്, ടിക്കറ്റിന്റെ തൽസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയ്ക്കായി ബ്രെയിൽ ലിപി അടയാളങ്ങൾ ഉൾപ്പെടെ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ 55 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ 35 എണ്ണത്തിലും 69 ആഭ്യന്തര വിമാനത്താവളങ്ങളിലും ഭിന്നശേഷി പ്രവേശനക്ഷമതാ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. A1, A, B വിഭാഗത്തിൽപ്പെട്ട 709 റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കി. ചക്രക്കസേരകൾ ഉപയോഗിക്കുന്നവർക്ക് കയറാൻ കഴിയുന്ന പ്രത്യേക റാമ്പുകളോടുകൂടിയ ബസ്സുകൾ, കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് പ്രത്യേക ഓഡിയോ അനൗൺസ്മെന്റ് സംവിധാനം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. സുഗമ്യ ഭാരത് അഭിയാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു മേഖലയാണ് വിവരവിനിമയ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ. കാഴ്ച പരിമിതി ഉള്ളവരെ സഹായിക്കുന്നതിനായുള്ള പ്രത്യേക വെബ്സൈറ്റുകൾ, ടെലിവിഷൻ പരിപാടികളിൽ ആംഗ്യഭാഷാ വിദഗ്ധരുടെ പരിഭാഷ, കാഴ്ച പരിമിതിയുള്ളവർക്കും വായിക്കാനാവുന്ന വിധത്തിൽ ബ്രെയിൽ ലിപിയിലുള്ള ഗവൺമെന്റ് ഉത്തരവുകൾ എന്നിവയും ഉറപ്പാക്കുന്നു. 95 കേന്ദ്ര ഗവൺമെന്റ് വെബ്സൈറ്റുകളും 637 സംസ്ഥാന ഗവൺമെന്റ് വെബ്സൈറ്റുകളും ഇതിനകം ഭിന്നശേഷി സൗഹൃദമാക്കിയിട്ടുണ്ട്. സുഗമ്യ ഭാരത് അഭിയാന്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി 2019 സെപ്റ്റംബറിൽ പ്രത്യേക മൊബൈൽ ആപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. തുടർന്ന് പ്രവേശനക്ഷമത സംബന്ധിച്ച ഏതൊരു വിഷയവും ആർക്കും എപ്പോഴും എവിടെ നിന്നും ചൂണ്ടിക്കാണിക്കാവുന്ന തരത്തിൽ സംവിധാനങ്ങളോടുകൂടി ഈ മൊബൈൽ ആപ്പ് 2021 പരിഷ്കരിച്ചു. ആൻഡ്രോയിഡ് ഫോണിൽ 23 ഭാഷകളിൽ ഈ ആപ്പ് ലഭ്യമാണ്. ടെക്സ്റ്റ് ടു സ്പീച്ച്, ഫോണ്ട് വലിപ്പവും നിറവും ക്രമീകരിക്കൽ, ആൻഡ്രോയിഡ്, iOS ലഭ്യത എന്നിവയും ഈ ആപ്പിന്റെ സവിശേഷതകളാണ്. സുഗമ്യ ഭാരത് അഭിയാന്റെ ഫലപ്രദമായ നിർവഹണത്തിനായി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശ്രവണ പരിമിതിയുള്ളവരെ സഹായിക്കാൻ ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണ പരിശീലന കേന്ദ്രം NCERT-യുമായി ചേർന്ന് NCERT പാഠപുസ്തകങ്ങൾ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്നു. കൂടാതെ 10,000 വാക്കുകളുള്ള സൈൻ ലാംഗ്വേജ് നിഘണ്ടുവിന്റെ 3ാം പതിപ്പ് 2021 ഫെബ്രുവരി 17 തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വളർച്ചയും വികാസവും ലക്ഷ്യമിട്ട് അവർക്ക് പ്രത്യേക നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 14 ഏർലി ഇന്റർവെൻഷൻ സെന്ററുകൾ രാജ്യവ്യാപകമായി സ്ഥാപിച്ചു. രാജ്യത്തെ 11 ലക്ഷത്തോളം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 8,33,703 സ്കൂളുകൾ, അതായത് 71% റാമ്പുകളും കൈവരികളും പ്രത്യേക ശുചിമുറികളും നിർമ്മിച്ച് ഭിന്നശേഷി സൗഹൃദമാക്കിയിട്ടുണ്ട്. സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷി നേതൃത്വത്തെ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ പ്രമേയം. ദിവ്യാംഗർക്ക് അനുകമ്പയാണ് വേണ്ടത്, സഹതാപമല്ല. അവർക്ക് വേണ്ടത് സംവേദനക്ഷമതയാണ്, ദയയല്ല എന്ന് സമൂഹം മനസ്സിലാക്കണം. ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തുന്ന ലോകം സൃഷ്ടിക്കുന്നത് ഭൂതകാലത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിനും ഭാവിക്കായി ആസൂത്രണം ചെയ്യുന്നതിനും സഹായിക്കും. ഇതിന് പ്രവേശനക്ഷമത ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചും പുനർനിർമ്മിച്ചും ഏവർക്കും പ്രാപ്യമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ദിശയിൽ ഭാരതത്തിന്റെ നിർണായക ചുവടുവയ്പായ സുഗമ്യ ഭാരത് അഭിയാൻ അഥവാ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിന് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വരും കാലത്ത് ഇനിയുമേറെ നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾ കേട്ടത് സുഗമ്യ ഭാരത് അഭിയാൻ ഭിന്നശേഷി സൗഹൃദ യജ്ഞത്തിന്റെ 9 വർഷങ്ങൾ. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി. തയ്യാറാക്കിയത് സിനോവ് സത്യൻ. അവതരണം ബിന്ദു.